രാസലഹരി തടയുന്നതിൽ എക്സൈസ് വകുപ്പ് വലിയ വെല്ലുവിളി നേരിടുന്നുവെന്ന് മന്ത്രി എം.ബി. രാജേഷ് 24-നോട്. ലഹരിക്ക് പിന്നിൽ അന്താരാഷ്ട്ര റാക്കറ്റാണെന്നും സ്കൂളുകളിൽ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരെ സമൂഹമാകെ ഒന്നിച്ചിറങ്ങണമെന്ന് രാഷ്ട്രീയ നേതാക്കളും വിദ്യാർത്ഥി യുവജന സംഘടനകളും ആഹ്വാനം ചെയ്തു. കേരളത്തിലേക്ക് ലഹരി എത്തുന്നത് കൂടി വരുന്നെന്നും എന്നാൽ ഫലപ്രദമായി തടയാനാകുന്നുണ്ടെന്നും എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ്. രാസലഹരി കണ്ടെത്തുക ദുഷ്കരം. രാസലഹരികൾ കടന്നു വരുന്നതാണ്. കണ്ടെത്തുക വളരെ ദുഷ്കരമാണ്. കാരണം പ്രത്യേകിച്ച് ഗുണമോ നിറമോ മണമോ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത വളരെ വളരെ തുച്ഛമായ അളവിലാണ് വരുന്നത്. അത്രയും മതി. ഇത് 1 ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ വലിയ അളവാണ് എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആ നിലയിൽ വരുന്നത് കണ്ടെത്തുക വളരെ അതീവ ദുഷ്കരമാണ്. അത് നമ്മൾ അതിന് ആധുനികമായ സംവിധാനങ്ങൾ, സാങ്കേതിക വിദ്യ ഇതെല്ലാം ഉപയോഗിക്കണം. കൗമാരക്കാരെയും യുവാക്കളെയും ലഹരിയിലേക്ക് ആകർഷിക്കുന്നത് എന്തെന്ന് കണ്ടെത്തണം. 15ഉം 16ഉം വയസ്സുള്ള കുട്ടികൾ പരസ്പരം തല്ലി മരിക്കുന്നുവെന്നത് ആശങ്കയുണ്ടാക്കുന്നതെന്നും മന്ത്രി. യഥാർത്ഥ പ്രശ്നം സമൂഹത്തിൻ്റെ രോഗാതുരതയാണ് എന്ന് കാണും. പ്രത്യേകിച്ച് കേരളത്തിലെ കൗമാരത്തിൻ്റെ, ചെറുപ്പത്തിൻ്റെ, യൗവനത്തിൻ്റെ ഈ മാനസികാരോഗ്യം എന്നത് വളരെ ഗൗരവമായിട്ട് നാം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അതിന് പകരം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ പ്രശ്നങ്ങളെ മാത്രം അഭിസംബോധന ചെയ്താൽ പോരാ എന്ന് തോന്നുന്നു. ലഹരിക്കും അക്രമത്തിനുമെതിരെ അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേരള ജനതയ്ക്ക് തുറന്ന കത്തെഴുതി. രാസലഹരി വ്യാപനമാണ് കേരളം നേരിടുന്ന വലിയ വിപത്തെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അത് മനസ്സിലാക്കിയുള്ള ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ലഹരിക്കെതിരായ പ്രചാരണത്തിന് MSFും തുടക്കം കുറിച്ചു. ന്യൂസ് ഡെസ്ക് 24.